നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 3-ാം തീയതി, 1200-ാം ആണ്ട് മിഥുന മാസം 19-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം അത്തൻ നക്ഷത്രമാണ്. അത്തൻ നക്ഷത്രം വ്യാഴാഴ്ച നല്ല ദിവസമാണ്. വ്യാഴം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ തന്നെ സൂര്യൻ പ്രപഞ്ചനാഥനാണ്, നക്ഷത്രദേവനാണ് എങ്കിൽ പോലും ജ്യോതിഷ ഗുരുവാണ് വ്യാഴം. വ്യാഴത്തിൻ്റെ ബലം ഒരു ഗ്രഹങ്ങൾക്കും ഇല്ല. വ്യാഴത്തിൻ്റെ 3/4 ഭാഗം ബലമേ ഉള്ളൂ ശുക്രന് പോലും. അത്ര ശക്തനാണ് വ്യാഴം. ആ വ്യാഴാഴ്ച ലക്ഷം ദോഷം ഗുരുഹന്തി. ലക്ഷം ദോഷം ഉണ്ടെങ്കിലും ഗുരുഹന്തി. വ്യാഴൻ്റെ ദൃഷ്ടി വന്നാൽ പോലും ഗുരു നോക്കിയാൽ തന്നെ ലക്ഷം ദോഷം ഉണ്ടെങ്കിലും തീർന്നു പോവും. അത്ര ശക്തമായിട്ടുള്ളതാണ് വ്യാഴത്തിൻ്റെ പ്രവർത്തനം. ഇവിടെ ജാതക പ്രകാരമാവട്ടെ ഒരാളിന് വ്യാഴന് ബലമുണ്ടെങ്കിൽ എല്ലാവിധ ഐശ്വര്യമുണ്ട്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച, അത്തൻ നക്ഷത്രം, ഇന്ന് നല്ലൊരു ദിവസമാണ്. ഈ വ്യാഴം എപ്പോഴും ധനകാരകനാണ്. വ്യാഴം ധനകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങാനായിട്ട് ഏറ്റവും നല്ല സമയമാണ്. സാമ്പത്തിക കാര്യങ്ങൾക്ക് ഏറ്റവും ശോഭിക്കുന്ന ദിവസമാണ് വ്യാഴാഴ്ച. അപ്പോൾ ഇവിടെ മിഥുന മാസത്തിലെ അത്തൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ സൗഭാഗ്യപ്രദമായിരിക്കും. പ്രത്യേകിച്ച് ജോലിയില്ലാത്ത ആളിന് ജോലി കിട്ടും, ജോലിയിലിരിക്കുന്ന ആളിന് ജോലി കയറ്റം കിട്ടും, ബിസിനസ് ചെയ്യുന്ന ആളിന് ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ്. അതുപോലെ ഊഹ കച്ചവടങ്ങളിൽ, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ്, അതുപോലെ ഷെയർ മാർക്കറ്റ്, അതുപോലെ സാമ്പത്തിക മേഖല, ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ സന്തോഷപ്രദമായ അവസ്ഥ ഉണ്ടാവുന്ന ഒരു വർഷമാണ് നിങ്ങളുടേത് എന്നറിയുക. അപ്പോൾ ഈ ഒരു വർഷത്തെ നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചുകൊള്ളുക. വളരെ സന്തോഷപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തരും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വ്യാഴാഴ്ച നമുക്ക് രാവുകാല സമയം നോക്കി വേണം ഓരോ കാര്യത്തിന് ഇറങ്ങാൻ. രാവുകാലം പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷമാണ്. 1:30 മണി മുതൽ 3 മണി വരെയാണ് രാവുകാല സമയം എന്ന് ഇട്ടിട്ടുണ്ടെങ്കിലും 2 മണി 3 മിനിറ്റ് തൊട്ടേ രാവുകാലം തുടങ്ങുകയുള്ളൂ. 3 മണി 37 വരെ രാവുകാല സമയമുണ്ട്. ഉച്ചയ്ക്ക് സമയമായതുകൊണ്ട് നമ്മൾ ഓരോ കാര്യത്തിനൊക്കെ രാവിലെ ഇറങ്ങും. എന്നാലും രാവുകാല സമയത്ത് ദൂരയാത്രകൾ ഇതൊക്കെ സൂക്ഷിക്കണം. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ഗുളികകാല സമയം വരുന്നത് 9 മണി 20 തൊട്ട് 10:54 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 6:12 തൊട്ട് 7:46 വരെയും. ഇത് പകൽ സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:06 തൊട്ട് 12:53 വരെ ഉള്ള സമയം, 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. എന്ത് ശുഭകാര്യങ്ങൾക്കും കൊള്ളാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. മഞ്ഞ കളറോ മഞ്ഞ മിക്സായിട്ടുള്ള കളറിലുള്ള വസ്ത്രം നമ്മൾ ധരിക്കുന്നത് ഏറ്റവും ഭാഗ്യദായകമായ അവസ്ഥയുണ്ടാകും. പ്രപഞ്ചത്തിൽ നിന്ന് വ്യാഴത്തിൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.